ജോ ഫോളോ ചെയ്യുന്നുണ്ടോ? എവിടെയാ അവൻ? അവൻ സൈക്യാട്രിസ്റ്റ് ക്ലിനിക്കിലേക്ക് പോയിരിക്കുക. അവനൊരു സൈക്കോ എന്ന് ഞാൻ പറഞ്ഞല്ലേ. ജോ, ഞാൻ തിരിച്ചു വിളിക്കുന്നു. വെക്ക്. കുടിച്ചോ, കഴിച്ചോ, എൻജോയ് ചെയ്തോ. ബില്ല് എന്റെ ഇതാ. എത്ര വേണമെങ്കിലും കുടിച്ചോ, 11 മണി വരെ മാത്രം. കാരണം ഞാൻ 12 മണിക്ക് മേലെ ബില്ല് പേ ചെയ്യില്ല. അതെന്താ? അത് കഴിഞ്ഞ പിന്നെ രാഹുലോ എമൗണ്ടോ ഒക്കെ വരാൻ പോവാണോ? സൂയിസൈഡാ? നമ്മള് ജീവനോടിരുന്ന ഈ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് മെസ്സേജ് അങ്ങനെ കൊടുക്കാൻ പോകുന്ന? സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ദരിദ്രോപഹ. അതല്ല, എന്തിനാ ഈ മുഹൂർത്തം തന്നെ തെരഞ്ഞെടുത്തേ? ബ്രദർ, ഞാൻ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ടില്ല. നിന്നെ കണ്ടിട്ട് ശുദ്ധനാണെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ചില്ലെങ്കിൽ അടിച്ചു പൊളിക്ക്. പിന്നെ എന്തിനാ ജാകുന്ന? വിവാഹം നരകമാ. വിവാഹം മഹാകേവലമാണ്. വിവാഹം കഴിഞ്ഞ പുരുഷന്റെ ജീവിതം തൊലഞ്ഞു. ആരടാ കല്യാണം നരകമെന്ന് പറഞ്ഞത്? ഈ പ്രണയത്തിന് സന്തോഷം മാത്രമല്ല, ഇടയ്ക്ക് സങ്കടവും വിഷമവും എല്ലാം ഉണ്ടാവും. ടാർഗറ്റിന് മാറ്റർ റീച്ച് ആയി. ബ്രദർ, ഇത്ര എമോഷണൽ ആവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഫേസ് ടു ഫേസ്. നിങ്ങൾക്ക് കല്യാണം തോന്നുന്നു? യെസ്. അറേഞ്ച്ഡ് ആണോ ലവ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എന്തോ ലവ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ, ലവ് ചെയ്ത് മാരേജ് ചെയ്തൂടെ? അതിൽ തെറ്റില്ല. നിങ്ങളുടെ സ്റ്റോറി ഒന്ന് പറയൂ. എന്തിനാ? നിങ്ങളുടെ ലവ് സ്റ്റോറി ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് എന്റെ കഷ്ടം മറക്കാനാ. സാറേ, നിങ്ങളിങ്ങനെ സൂസൈഡ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തല്ലേ പിന്നെ ഞങ്ങൾക്കൊക്കെ വിഷമാവൂലേ? ഞാനിപ്പോ വെയിറ്ററല്ലേ സാർ. ഹലോ, മനസ്സിലായി. ഈ സീനിൽ എനിക്ക് ഡയലോഗ് ഇല്ലല്ലോ. താങ്ക് യു. നിങ്ങൾ പറയൂ ബ്രദർ. 1 year back in Orbit Mall. ഇന്നോർബിറ്റ് മാളോ? ആ, ആദ്യമൊക്കെ ലവ് സ്റ്റോറി തുടങ്ങുന്ന അമ്പലത്തിലായിരുന്നു. ട്രെൻഡ് മാറിപ്പോയി. ഇന്നോർബിറ്റ് മാളില് ബേസ്മെന്റ്. ബേസ്മെന്റോ? ആ, പാരന്റ്സിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഷോപ്പിങ്ങിന് മൂഡില്ലായിരുന്നു. കാറിന്റെ ബാക്ക് സീറ്റിലിരുന്ന് ഞാൻ മൊബൈലിൽ ഗെയിം കളിക്കായിരുന്നു. അപ്പൊ അടുത്തൊരു വൈറ്റ് ഓടി കാറ്, നമ്പർ 7777. റിവേഴ്സ് പോയപ്പോ കണ്ടു. അടുത്തൊരു ഡസ്റ്റർ, എന്നാ നമ്പർ അറിയില്ലായിരുന്നു. ബാക്ക് സീറ്റിൽ നോക്കിയപ്പോ സ്വാതി, പിന്നെ ലവ്. ഇന്നോർബിറ്റ് മാളില് ആ, ബേസ്മെന്റ്, ആ, ബാക്ക് സീറ്റിലാ പെണ്ണ്. ആ. എന്റെ ലവ് സ്റ്റോറി എനിക്ക് തന്നെ പറയാല്ലേ. നെക്സ്റ്റ്. ഉടനെ അവളെ നോക്കി ഞാൻ വിസിലടിച്ചു. വിസിൽ 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ടാവല്ലോ. നെക്സ്റ്റ് പറ. എന്നാ ഇതിനിടയ്ക്ക് ആരോ ചോര ഒലിപ്പിച്ച് ഓടി വന്നു. അവന്റെ പുറകെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. പെട്ടെന്ന് ഇറങ്ങി നീ രക്ഷിച്ചു. ആ, അത് ഹീറോയിസം കാണിക്കാനൊന്നുമല്ല, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതെയോ? എന്റെ ക്യാരക്ടറും അതന്നെയാണ്. നെക്സ്റ്റ് പറ. അവളെ വളയ്ക്കാൻ നോക്കിയപ്പോഴേക്കും കാറ് റിവേഴ്സ് പോയി. എന്റെ അമ്മോ, അവള് പോവുകയാണല്ലോ. അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും കാറ് നിർത്തി. അവള് പുറത്തിറങ്ങി. എന്റെ ബിപിയും കൂടി. അവലോ അവള് കാറിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ അടുത്തേക്ക് വന്നപ്പോ അവരുടെ കാലിൽ ഫ്രാക്ചർ ആയിട്ടുണ്ടാവല്ലോ. അതെ, എക്സാക്ട്ലി. അങ്ങനെയാ എന്റെ ലവ് സ്റ്റോറി ആരംഭിച്ചത്. അന്ന് മര്യാദയ്ക്ക് ഷോപ്പിങ്ങിന് പോയായിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പൊ ബാറിൽ വന്നിരുന്ന് കുടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു എനിക്ക്. എന്റെ ലവ് സ്റ്റോറി എനിക്ക് തന്നെ പറഞ്ഞ് എന്ത് പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. ജോ, വാട്ട്? ഏയ്, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണോ? എല്ലാരും ചേർന്ന് ഫൂളാക്കാൻ നോക്ക. വാട്ട്? വീണ്ടും വാട്ടോ? ഇന്നോർബിറ്റ്, ബേസ്മെന്റ്, B57 കാല് ഫ്രാക്ചർ. നമുക്ക് നടന്ന സംഭവം അവന് നടന്നു. അത് അവൻ എങ്ങനെ പറയും? അതെല്ലോ, അതെങ്ങനെയാ പറയുന്നത്? നീ പറയാതെ അവൻ എങ്ങനെ അറിഞ്ഞോണം? ഞാൻ എവിടുന്ന് പറഞ്ഞുന്നാ? നീയും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. പിന്നെ അടുത്ത് വെച്ച് കണ്ട പോലെ അവൻ എങ്ങനെയാ പറയുന്നത്? അതാണ് എങ്ങനെയാ പറയുന്നെന്ന്. ഒരു പക്ഷേ അവര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെന്തിനു ഫോളോ ചെയ്യണം? അതെ, നമ്മളെല്ലാം. നിന്നെ അവൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ എന്തിനു ഫോളോ ചെയ്യണം? ജോ, ഇപ്പൊ നമുക്ക് ആവശ്യം ക്വസ്റ്റ്യൻസ് അല്ല, ആൻസേഴ്സ്. ആൻസർ ജോ. കറക്റ്റ്.
അതിരിക്കട്ടെ, ആൻസർ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിച്ചോളാം. ചെല്. എന്തു പറ്റി? നോക്ക്, ആ ഡൈനിങ് ടേബിളിന്റെ അടുത്തുള്ള ഫോട്ടോ നോക്കി. ഇതിലെന്താ? നിന്നെ പാർക്കിങ്ങിൽ കണ്ടപ്പോ ആദ്യം എടുത്ത ഫോട്ടോ. ഇതുവരെ നിനക്ക് പോലും കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോ ശ്രീനിവാസൻ ഫസ്റ്റ് ടൈം അവളെ കണ്ടപ്പോ എടുത്ത ഫോട്ടോ അല്ലേ? അവൻ സത്യായിരിക്കോ പറഞ്ഞേ? ഹലോ ബോസ്. എന്താ ബോസ്, ഇന്നലെ നിങ്ങൾ കഥ പാതിൽ വെച്ച് നിർത്തിയില്ലേ? പിന്നെന്താ സംഭവിച്ചേ? ഹലോ, ഹു ആർ യു? ഹൂ ആർ യു? നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നത്. ശരി, ഓക്കെ. ഓഹോ, നിനക്കുള്ളിൽ മറ്റൊരുത്തനുണ്ടോ? അവൻ എപ്പോഴാ പുറത്തു വരാന്ന് എനിക്കറിയാം. ബാലൻസ് കഥ എനിക്ക് അവൻ പറഞ്ഞുതരും. അവൻ പറയുമ്പോഴേ ഞാൻ കേട്ടോളാം. എവിടെയാ പറഞ്ഞു നിർത്തിയ ബ്രദർ? ഇന്നോർബിറ്റിൽ ബേസ്മെന്റിൽ കാറിലാ പെണ്ണ്. ഓക്കെ. പിന്നെ പ്രൊപ്പോസ് ചെയ്യുമ്പോഴോ? I think യു തിങ്ക്? I love. I love. പിന്നെ ഒരു ദിവസം ഫോൺ ചെയ്ത് അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നോട്. ഞാൻ സന്തോഷത്തോടെ എങ്ങനെയുണ്ട്? ഹലോ, എങ്ങനെയുണ്ടെന്ന് പറ. സൗന്ദര്യത്തിന്റെ ഡബിൾ മീനിങ് പോലെ ഉണ്ട്. സൗന്ദര്യം എന്ന കാര്യം വസ്ത്രത്തിൽ തിരിച്ചറിയുമ്പോ ഇവരെന്തിനാണ് ബ്രദർ ഈ ചെറിയ ഉടുപ്പുകൾ കിട്ടി ഇങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ദിവസവും സാരി ഉടുത്ത പോരെ? അതൊക്കെ കൊടുത്തോളും. അവൾ എന്തിനു വിളിച്ചേ? ട്രീറ്റ്. ട്രീറ്റോ? ജുവൽ ട്രീറ്റ്. ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നീ വിളിച്ചത്? പാല് കുടിക്കുന്നോ? പാലോ? എനിക്ക് ശീലമില്ലാത്തോണ്ട് കഫക്കെട്ട് പിടിച്ചാലോ? ബാദാം പാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഓ, ബദാം പാലാണല്ലേ? എന്നാ ഓക്കെ. ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുൾ മീൽസ് തരാതെ ബാദാം പാലാണ് തന്നെ. അവൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ബദാം പാൽ എനിക്ക് തരുന്നത് തന്നെ വലിയ കാര്യമാണ്. എനിക്ക് സദ്യ തരാൻ പറയുന്നത് ശരിയല്ലല്ലോ. ആദ്യം ബാക്കിയോടെ കേക്ക് നീ. ആ, ഷടാ, കറണ്ട് പോയല്ലോ. ഞാൻ തന്നെ ഒരു കരണ്ടാ. അകത്തേക്ക് പോയാലോ? അകത്തേക്കോ? അകത്തേക്ക് എന്തിനാ? ഒന്നുമില്ല. ലോൺലി. ഓ, മേലെയോ? നല്ല നിലാവുള്ള രാത്രിയില് നല്ല മന്ദമാരുതന്റെ ഒപ്പം കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ നിമിഷം. അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ അടുത്തേക്ക് പോയിട്ട് നെക്സ്റ്റ് എന്താ സംഭവിച്ചെന്ന് പറയ്. അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തില് ആദ്യമായിട്ടോ? ഹേയ്, ഒന്ന് കറക്റ്റായിട്ട് പറ. ഹലോ,
ജോ എവിടെയുള്ള ഞാനൊരു കാര്യത്തിന്റെ എഡ്ജിലാ ഉള്ള ഒന്നുമില്ല. എന്താ? നീ പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് വാ. ഫ്ലാറ്റിലേക്കോ? എന്തിന്? നീ ഒന്ന് വരുന്നുണ്ടോ? വരാം ബ്രദർ, ഞാൻ വന്ന് സംസാരിക്കാം കേട്ടോ. ഞാനിപ്പോ വരാം.